ഹലോ, ഞാനൊന്ന് നാട്ടിൽ പോയി വന്നായിരുന്നേ. ഷോർട്സിൽ പറഞ്ഞിരുന്നു. അപ്പോൾ പോകുന്നതിന് 2 ദിവസം മുമ്പ് ഞങ്ങളെല്ലാവരും പതിവ് പോലെ വൈകുന്നേരം കാറ്റ് കൊള്ളാൻ വേണ്ടി പുറത്തൊക്കെ ഇറങ്ങിയപ്പം ഒരാലോചന, നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിച്ചാലോ എന്ന്. ഇവിടെ അടുത്തുള്ള പീക്സിലെ ചിക്കൻ ബിരിയാണിയിലാണ് തുടങ്ങിയതെങ്കിലും അവസാനിച്ചത് നമ്മളെ ഒരു വെജ് കഫേയിലാണ് കേട്ടോ. കാരണം കർക്കിടക മാസമല്ലേ, അപ്പം നമ്മൾ നോൺ വെജ് ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ എത്തിപ്പെട്ടത് നമ്മുടെ മിന്നി ബെയിൽ ആൻഡമാനിൽ പോർട്ട് ബ്ലെയറിൽ മിന്നി ബെയിൽ തന്നെയുള്ള ഒരു ഡോയ്വാല എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ്. അവിടെ എന്താ കിട്ടുകയെന്ന് വെച്ചാൽ സ്ട്രീറ്റ് ഫുഡ്സും അതേപോലെ സ്വീറ്റ്സും മാത്രമാണ് അവിടെ കൂടുതൽ കിട്ടുക. അപ്പം നമ്മൾ ഉച്ചയ്ക്കത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അപ്പം ഞാൻ ആ ഒരു സീരീസ് ചെയ്യുന്ന സമയമായിരുന്നു സിംഗിൾ കറി പ്യുവർ വെജ് ഉച്ചയൂണ്. അപ്പോൾ കുറേ ദിവസങ്ങളത് ഇട്ടില്ല, കാരണം ഇപ്പം രസം തന്നെ ഒരു ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഒരേ കറികൾ പിന്നെ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അതങ്ങനെ കഴിഞ്ഞു. അതെങ്ങനെ കഴിഞ്ഞു എന്ന് പിന്നുള്ള വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഡോയ്വാലയിലാണ്. പൊതുവേ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന, ലോകത്ത് ഒരിക്കലും എല്ലാവരും പ്ലാൻ ചെയ്യുന്ന ട്രിപ്പൊന്നും ഒരിക്കലും നടക്കാറില്ലെങ്കിലും ഞങ്ങൾ കുറച്ച് പെണ്ണുങ്ങൾ നടപ്പാക്കുന്ന പല കാര്യങ്ങളിലും ഒരാളെങ്കിലും എപ്പോഴും മിസ്സിങ് കാണും. പക്ഷേ ഇന്നത്തെ എന്താണെന്ന് വെച്ചാൽ ഒരവധി ദിവസമാണ്. അപ്പോൾ ചേട്ടന്മാരുടെ കയ്യിലൊക്കെ കുട്ടികളെ ആക്കിയിട്ട് എല്ലാവരും ഒന്ന് എല്ലാ പണിയും ഒതുക്കി ഒരു 3 മണി സമയത്താണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷേ പ്രജി സ്ഥലത്തില്ലാത്തത് കാരണം എൻ്റെ വാല് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ മാത്രമാണ് നമ്മുടെ കൂടെയുള്ള കുട്ടി പുരുഷ കേസരി. അപ്പോൾ അവനെ ഒരു ഐസ്ക്രീം കൊടുത്ത് ഒതുക്കാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും കടയിൽ ചെന്ന് മെനു ഒക്കെ നോക്കി ഓർഡർ കൊടുത്തതിന് ശേഷം കണക്കായിട്ട് സെൽഫി എടുത്തു. കുറേ ഫോട്ടോസ് എടുക്കലാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് വീഡിയോയും ബാക്കി എല്ലാവർക്കും ഫോട്ടോയും ഒക്കെയാണ് ലക്ഷ്യം. അപ്പോൾ ഫസ്റ്റ് രാജാവിൻ്റെ സ്ട്രോബെറി ഐസ്ക്രീം, എവിടെ ചെന്നാലും ഈ ഒരു ഫ്ലേവർ മാത്രമാണ് കുട്ടിക്ക് പിടിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ഒരു സ്ട്രോബെറി ഐസ്ക്രീം കൊടുത്ത് ആളെ സെറ്റാക്കി അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടേത് ഇവിടെ നമ്മൾ തന്നെത്താൻ വേണം എല്ലാം ചെയ്യാൻ. ഓർഡർ കൊടുത്ത് അവരുണ്ടാക്കിയേ ഉള്ളൂ, ഉണ്ടാക്കി അവിടെ വെക്കും, നമ്മൾ പോയിട്ട് എടുത്ത് കഴിക്കുക. അങ്ങനെയാണ് പ്ലാൻ ചെയ്തതും. നമ്മൾ പലതും മേടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അവിടെ പല കാര്യങ്ങളും തീർന്നായിരുന്നു, ഇല്ലായിരുന്നു. കാരണം രാവിലെ തൊട്ടേ ഉള്ള ഷോപ്പാണ്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഭൂരിഭാഗം സാധനങ്ങളും കഴിയും. ഇവിടെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും എല്ലാ ഷോപ്പും ക്ലോസ് ആകും കേട്ടോ. അങ്ങനെ രാത്രി നൈറ്റ് ലൈഫ് വളരെ ഇവിടെ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെ ഇതാണ് ഷോപ്പ്. നല്ല ക്വാളിറ്റിയുള്ള സ്വീറ്റ്സൊക്കെ കിട്ടും. പക്ഷേ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഐസ്ക്രീം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങളിപ്പോൾ 2ാമത്തെ വട്ടമാണ് ഇവിടെ കയറി കഴിക്കുന്നതെങ്കിൽ 2 വട്ടവും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് വേറെ മാറ്റമൊന്നും വരുത്താനില്ലാത്തത് കാരണം അത് തന്നെ വാങ്ങിക്കൊടുത്തു. പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാം കൂടെ കൂടിയ വിഷയദാരിദ്ര്യം ഇല്ലാത്തത് കാരണം അവിടെ ചെന്നപ്പോഴും ഒച്ചപ്പാടും ബഹളവും വർത്തമാനവും തന്നെ. ഇനിയിപ്പോൾ പറയുന്നത് വല്ല കാര്യമുള്ള കാര്യമാണോ? അല്ല. കഴിഞ്ഞുപോയ കുടുംബത്തിലെ കാര്യങ്ങളും കൂട്ടുകാരുടെ ഇടയിലെ കാര്യങ്ങളും എന്തിന് കല്യാണം കഴിഞ്ഞ നാൾ തൊട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ സംസാരിക്കും കേട്ടോ. അപ്പോൾ ഓരോ നാട്ടിലെ പല നാട്ടുകാരല്ലേ, കേരളത്തിൻ്റെ അങ്ങേ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള പലരും ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അപ്പോൾ പലയിടത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിത രീതികളും സാഹചര്യങ്ങളും എല്ലാം വേറെയല്ലേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചിരിക്കും. ആ ഒരു സമയത്തിന് നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വന്നു കേട്ടോ. എന്താണ് പാവ് ഭാജിയും ദഹിപുരിയും അതേപോലെ സമോസ ചാട്ടും കച്ചോടി ചാട്ടും, അങ്ങനെ കുറേ നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളാണ് ഓർഡർ ചെയ്തത്. ഇവിടെ അതേ കിട്ടുള്ളൂ. നമ്മുടെ നാട്ടിലെ പരിപ്പ് വടയും ഉഴുന്നുവടയും ചായയും ഒന്നും ഇവിടെ കിട്ടില്ല. കിട്ടുമായിരുന്നെങ്കിൽ നമ്മൾ അതേ പ്രിഫർ ചെയ്യുമായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഇവരിൽ ഭൂരിഭാഗം എല്ലാവരും തന്നെ ദഹിപൂരി ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കാര്യം. നമ്മൾ പിന്നെ കാർവാറിലുണ്ടായിരുന്നപ്പോൾ അതൊരു അഡിക്ഷൻ ആയിരുന്നു. നമ്മുടെ റോഡിൽ ഇങ്ങനെ 4 മണിക്ക് അല്ലെങ്കിൽ ഒരു 6 മണിയാകുമ്പോൾ പാർക്കിലേക്ക് ഇറങ്ങിയിട്ട് അതൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ലൈഫായിരുന്നു. അപ്പോൾ അത്ര സുഖം ഇവിടെ ഇല്ലെങ്കിലും നല്ല സാധനം കിട്ടി. വിചാരിച്ചതുപോലെ കുറച്ച് അത് പറ്റിയത് എന്താണ്, നമ്മുടെ ബേസിനകത്തുള്ള ഒരു സംഭവം അത് വേറെ ഫീല്, ഇത് വേറെ ഫീല്. എന്തായാലും എവിടെ ചെന്നാലും എൻജോയ്മെൻറ്റിന് കുറവൊന്നും ഇല്ലയെന്നുള്ളതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഓർഡർ ചെയ്തു. അവസാനം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം നമ്മൾ 5-6 പേരുണ്ട്, 7 പേരുണ്ട്. പക്ഷേ ഈ 7 പേർക്കും കൂടെ 7 സാധനം വേണ്ട. കാരണം ചോറ് കഴിച്ച പാടെയാണല്ലോ നമ്മൾ ഇറങ്ങിയത്. എന്നാലും അവിടെയുള്ള സാധനങ്ങൾ നമ്മൾ ഒരേ സാധനം ഓർഡർ ചെയ്തത് കൊണ്ട് തന്നെ ഷെയർ ചെയ്യാനൊന്നും പറ്റുന്നുമില്ല. കാരണം എല്ലാവർക്കും മുമ്പിൽ ഇരിക്കുകയല്ലേ. അങ്ങനെ കഷ്ടപ്പെട്ടു പോയി എന്ന് വേണം പറയാനായിട്ട്. ഞങ്ങളെല്ലാവരും കഴിച്ചു തുടങ്ങി. കഴിച്ചിട്ട് നമ്മൾ ഒന്നായിട്ട് മേടിച്ചിട്ടുള്ള കച്ചോടി ചാട്ടും അല്ലെങ്കിൽ പാവ് ഭാജിയും സമോസ ചാട്ടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. പിന്നെ പാനിപ്പൂരി മേടിക്കാത്തവർക്ക് അത്, ദഹിപ്പൂരി മേടിക്കാത്തവർക്ക് അത്, അങ്ങനെ എല്ലാവരും പരസ്പരം ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ. അവിടെ ഇരുന്ന് കഴിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ സമയം ഞങ്ങൾക്ക് വർത്തമാനം പറയാനായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റം ഒന്നും അല്ലെങ്കിൽ പോലും ഈ ദഹിപ്പൂരി പൊട്ടിക്കാതെ എങ്ങനെ വായിൽ കയറ്റാൻ പറ്റും എന്നൊരു മത്സരം അവിടെ നടക്കുന്നുണ്ട്.
അങ്ങനെ ആർക്കും സാധിച്ചില്ല, എനിക്കൊഴികെ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കും അഞ്ജുവിനൊക്കെ പറ്റി കേട്ടോ. കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഫുഡ് കണ്ടാൽ കൺട്രോൾ ചെയ്യുന്ന മനസ്സൊന്നുമല്ല. ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നവരാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് നമുക്കുണ്ട്. പക്ഷേ ദഹിപുരി ആദ്യമായിട്ട് കഴിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. ആ ഒരു ഗോൾക്കൊപ്പ വായിൽ പോയി കഴിഞ്ഞ് പൊട്ടുമ്പോൾ ഇതെല്ലാം കൂടെ പുറത്തേക്ക് സ്പ്ലാഷ് ആയിട്ട് വരും. അപ്പോൾ നമുക്കതൊരു ശീലമായതുകൊണ്ട് ശമ്പൂട്ടൻ ഉൾപ്പെടെ അത് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അതിൻ്റെ മുകളിലായിരുന്നു മത്സരം. അപ്പോൾ ഇന്നത്തെ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയോ? ഈ 2 ദിവസം കഴിയുമ്പോൾ ഞാൻ നാട്ടിൽ പോവുകയാണേ. 10 ദിവസത്തെ ലീവിനാണ് പോകുന്നത്. പക്ഷെ ഞാൻ തിരിച്ചു വരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സൗമ്യേച്ചി, അതായത് ഈ കൂട്ടത്തിൽ അടുത്തതായിട്ടിരിക്കുന്ന സൗമ്യേച്ചി ട്രാൻസ്ഫറായി പോവുകയാണ് ചെന്നൈയിലേക്ക്. ഭൂമി ഉരുണ്ടതായതുകൊണ്ടും നമ്മളൊക്കെ മലയാളികളായതുകൊണ്ടും പിന്നെ കേരളത്തിൻ്റെ അങ്ങേ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ ഏകദേശം സഞ്ചരിക്കുന്നത് കൊണ്ടും എപ്പോഴെങ്കിലുമൊക്കെ എവിടെ വെച്ചെങ്കിലും കാണാമായിരിക്കും. പക്ഷേ കുറച്ച് നാളത്തേക്ക് എന്തായാലും കാണാൻ പറ്റില്ലല്ലോ, ട്രാൻസ്ഫറായി പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പേ നമുക്കൊന്ന് കൂടാം എന്നുള്ളൊരു ഇതിൻ്റെ പുറത്താണ് നമ്മളെല്ലാവരും കൂടെ ഇറങ്ങി തിരിച്ചത് കേട്ടോ. ബാക്കി എല്ലാവർക്കും നാളെ മറ്റന്നാളും ചേച്ചി പോകുന്ന അടുത്ത 9 ദിവസവും ചേച്ചിയെ കാണാം. പക്ഷേ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. കാരണം ഞാൻ വരുന്നതിൻ്റെ തലേ ദിവസമാണ്, ഞാനൊരു 10 ദിവസത്തേക്കാണ് പോകുന്നതെങ്കിൽ ഞാൻ വരുന്നതിൻ്റെ തലേ ദിവസം 9-ാം ദിവസമാണ് ചേച്ചി പോകുന്നത്. ഭയങ്കര സങ്കടമാണ്. അപ്പോൾ മക്കളെയും കാണാൻ പറ്റൂല, അങ്ങനെയൊക്കെയല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കോമ്പറ്റീഷൻ നടക്കുന്നതേ ഉള്ളൂ. ഞാൻ സക്സസ്ഫുള്ളി ഉള്ളിൽ ഒരു ഗോൾക്കൊപ്പി, അതായത് നമ്മുടെ ദഹിപൂരി ഫുള്ള് കഴിച്ചും. കാരണം എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് ഇത് കഴിച്ചിട്ട്. പക്ഷേ പാനിപ്പൂരി എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. അഞ്ജുവിനെ കളിയാക്കുവാണ്, അഞ്ജു എന്ത് ചെയ്താലും വായിലേക്ക് ഇടില്ല, കാരണം വീഡിയോയിൽ ഭയങ്കര ചമ്മലായിരിക്കും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവൾക്ക് വളരെ സിമ്പിളായിട്ട് പറ്റി കേട്ടോ. കാരണം അത് ഭയങ്കര ഈസിയാണ്, അത് മെൽറ്റായിട്ടിരിക്കും. നമ്മുടെ ദഹിയൊക്കെ നമ്മുടെ തൈരൊക്കെ ഒഴിച്ച് ഭയങ്കരമായിട്ട് മെൽറ്റായിട്ടിരിക്കും. അപ്പോൾ അത് സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ കഴിപ്പെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ ഉള്ള കുട്ടിപ്പട്ടാളങ്ങൾക്കും ചേട്ടന്മാർക്കും ഒക്കെ എന്തെങ്കിലും മേടിച്ച് കൊടുക്കണ്ടേ, കയ്യും വീശി പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവർക്കുള്ള പാഴ്സലെല്ലാം മേടിച്ചിട്ട് നമ്മൾ നടന്നിട്ടാണ് കേട്ടോ വന്നത്. നമ്മുടെ ബേസിന് പുറത്താണെങ്കിലും നമുക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ വണ്ടിക്കൊക്കെ വന്നാൽ വേഗം ഇങ്ങ് എത്തിപ്പെടൂലേ. അതുകൊണ്ട് ഞങ്ങൾ നടന്നാണ് വന്നത്. അപ്പോൾ ഈ കഴിച്ചതെല്ലാം ദഹിക്കാനായിട്ട് തിരിച്ചും നടന്നാണ് പോകുന്നത്. നടന്ന് രാത്രിയായി കേട്ടോ. പോരുന്ന വഴിക്ക് നമ്മുടെ സൗമ്യേച്ചിയുടെ വക എല്ലാവർക്കും ഓരോ ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ പുറമെ തന്നെ തൈര് കഴിച്ച് അക്കൂട്ടത്തിൽ ഐസ്ക്രീമൊക്കെ കഴിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല. എന്നാലും ഞങ്ങളെല്ലാവരും കഴിച്ചു, ഞങ്ങൾക്ക് ആർക്കും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ കണ്ട് ഏതോ ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ കയറിയിട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു. വീഡിയോ ഒക്കെ എടുക്കുമ്പോഴും ഞങ്ങളുടെ ഒരു നോട്ടം എന്ന് പറഞ്ഞാൽ അവിടെ വല്ല CC ക്യാമറ ഉണ്ടോ, അവിടെ നിന്ന് ആരെങ്കിലും നമ്മളെ നോക്കി നിൽക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ചർച്ചകൾക്കിടയിൽ വീഡിയോ എടുത്തപ്പോൾ അത് തിരിഞ്ഞുപോയി. കുഴപ്പമില്ല, ഇരിക്കട്ടെ അല്ലേ, ഇതൊക്കെ ഒരു മെമ്മറി അല്ലേ. എന്നിട്ട് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് വീണ്ടും നടന്ന് പോവുകയാണ് റൂമിലേക്ക്. എത്ര ലേറ്റായിട്ട് വീട്ടിലെത്താവോ അത്രയും ലേറ്റായിട്ട് മന്ദാകിനികളായിട്ട് നടന്ന് പോവുകയാണ് കേട്ടോ ഞങ്ങൾ. കാരണം ഇതാണ് നമ്മുടെ ഒരു മീ ടൈം അല്ലെങ്കിൽ അവർ ടൈം എന്നൊക്കെ പറയാവുന്ന ഒരു കുഞ്ഞി നമുക്കൊരു സന്തോഷം തരുന്ന ഒരു ദിവസത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ വൈകുന്നേരം ഒരു 6 മണി to 8 മണി എന്ന് പറയുന്നത്, മിക്കവാറും ദിവസങ്ങളിൽ നമ്മൾ കൂടുന്ന ദിവസങ്ങളിൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ക്വാർട്ടേഴ്സ് എത്താറായി. അപ്പോൾ നമ്മുടെ സൗമ്യേച്ചിയായിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കാരണം സൗമ്യേച്ചി പോകുമ്പോൾ എല്ലാവർക്കും സ്റ്റാറ്റസൊക്കെ ഇടണമല്ലോ. അപ്പോൾ സൗമ്യേച്ചിക്ക് എൻ്റെ വക ഒരു ഹാപ്പി ജേർണി നേരുകയാണ്. എന്നെങ്കിലൊക്കെ എവിടെയെങ്കിലും വെച്ച് കാണാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.